അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് പറയാൻ വേണ്ടി വന്നത്, ചില ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുന്നേക്കാം യൂട്യൂബിലെ പൈസ ഹറാമാണ്, യൂട്യൂബിലെ പൈസ ഹറാമാണ്. ആ പറയുന്ന സമയത്തെല്ലാം ഞാൻ ചിന്തിക്കലുണ്ട്, അതെന്താ അവരങ്ങനെ പറയുന്നേ? നമ്മൾ അധ്വാനിച്ചിട്ടല്ലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത്. ഇപ്പം എല്ലാം ഓൺലൈനിൽ കൂടിയുള്ള ബിസിനസ് ആണല്ലോ. പിന്നെ എന്താ യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടുന്നപ്പോഴേക്ക് ഹറാമാണെന്ന് പറയുന്നത്? അങ്ങനെ പലരും പറയുന്നത് കേൾക്കാം. ഈ സത്യം പറയാന്ന് വെച്ചാൽ ഇന്നെല്ലാം ഹറാമ് തന്നെയാ. ഓവർ ലാഭം, പാർട്ട്ണറെ പറ്റിക്കല് ഒന്നും പറയണ്ട. എല്ലാ ബിസിനസ്സെല്ലാം കണക്ക് തന്നെയാ. പിന്നെ ഏതാ ഇപ്പോൾ ഹലാലായെന്ന് പറയാനൊന്നും പറ്റുകയില്ല. പിന്നെ അത്രയും നല്ല, അത്രയും ആരാണ് സ്വർഗത്തിൽ നരകത്തിൽ കണ്ടെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, നിങ്ങൾക്കറിയാലോ. അപ്പം ഇങ്ങനെ അറാമെന്ന് പറയുന്നത് ഞാൻ എന്തവരെ അങ്ങനെ പറയുന്നതെന്ന് നോക്കുമ്പം നിങ്ങളെ പറഞ്ഞതിൽ ഒരിത്തിരിയെങ്കിലും സത്യാവസ്ഥ ഉണ്ട് എന്ന് ഇപ്പം സാബിത്താക്ക് ബോധ്യമായി. എന്താണ് നിങ്ങളറിയാം? യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഇപ്പോൾ നല്ല കാര്യം ഉസ്താദേ നിങ്ങൾ ഇന്നേത് പറയണേ, അല്ലെങ്കിൽ നൂലും ഇങ്ങനെ ഷെഫു നിങ്ങൾ ഊതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള കുറ്റം പറയണ്ട, ഇതൊന്നല്ലാതെ ഇപ്പം മറ്റുള്ള വീഡിയോക്കാർ പറയുന്നത് അവനവൻ്റെ കുടുംബത്തിലെ തറവാട്ടിലെ കാര്യങ്ങളും അതുമല്ല വന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നോക്കിയെടുത്ത് യൂട്യൂബിലെ പൈസ ഹറാമാറാമെന്ന് പറഞ്ഞത് ഞാൻ നോക്കുമ്പോൾ സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ്, എല്ലാവർക്കും ഓരോ അനുഭവത്തുമ്പോഴെത്തുമാണ് സംഗതി മനസ്സിലാവുക. എല്ലാവർക്കും ഓരോ അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ അത് നമുക്ക് അതല്ലയോ അല്ലേന്ന് പറയും. എല്ലാവർക്കും അനുഭവത്തിലുണ്ടാവണം. അതേപോലെ ഇപ്പോൾ ഒരു അനുഭവത്തിലുണ്ടായ കഥയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. കഥയല്ല കാര്യം. യൂട്യൂബിലെ പൈസ ഹറാമാറാമെന്ന് പറയുന്നതിനുള്ളൊരു കാരണം കുറച്ച് ശരിയാണെന്ന് ഞാൻ അനുഭവത്തിൽ കൂടി പറയാം. ഈ ഷെരീഫ്, മറ്റേ മലപ്പുറം ആരിഫ, കേൽബജി, അങ്ങനെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ കണ്ടിക്കല്ലോ അല്ലേ? പിന്നെ നമ്മളെ ഉസ്താദ് റസാ വ്ലോഗ് ഉസ്താദായാലും മറ്റേ ഉസ്താദായാലും എല്ലാവരും എന്താ ഇപ്പം പറയുന്നേ? പച്ച നോണയല്ലേ വിളിച്ചു പറയുന്നത്, പച്ച നോണ. ഞാൻ ആരിഫാൻ്റെ ഗ്രൂപ്പിലുണ്ടാ. ഈ കേൽബജി എന്നാന്നുള്ളത് പറയുന്നത് ഞാൻ ഏതോ പ്രസവരക്ഷണ സ്ഥലത്ത് പോയിട്ട് അന്നാർന്ന് വെച്ച് വിട്ടതാണ്. സത്യാവസ്ഥ അള്ളാഹുവിനല്ലേ അറിഞ്ഞോളൂ അല്ലേ? എന്നെ ആര് പിരിച്ചിട്ട് ഇതെല്ലാം നുണ, അതാണോട് പച്ച നുണയല്ലേ വിളിച്ചു പറയുന്നത്. അപ്പം നുണ പറഞ്ഞ പൈസ നിങ്ങൾ ഉണ്ടാക്കുന്ന കേൽബജ ഇതിന് കേൾക്കണം. ഇനി നുണ പറഞ്ഞിട്ടുള്ള പൈസ നിന്റെ ഇപ്പം പ്രസവിച്ച കുട്ടീനെ നീ പോറ്റുന്നുണ്ട്, അവളുടെ പെങ്ങളെ നിന്നോട് പറയുന്നു, നിനക്കും 2-3 മക്കളുണ്ട് കേട്ടാ. നീ നുണ പറഞ്ഞുണ്ടാക്കുന്ന പൈസ കൊണ്ട്, അത് ഹലാലായ പൈസ കൊണ്ടാണ് ഈ മക്കളെ വളർത്തുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഹലാലായ പൈസ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളെ ബ്ലോഗ് എന്തോ ചെയ്തോ, നിങ്ങളെ പീഡിയൻ്റെതോ, നിങ്ങളെ കിച്ചൻ്റെ അകത്തുള്ളതോ, കുടുംബ കഥയോ കുടുംബ പോരായ്മയോ ഒക്കെ നിങ്ങൾ പറഞ്ഞോളി, അതിനൊന്നും ഹറാമാവൂല. നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോസ് ഇട്ടോ. മലപ്പുറം ആരിഫ പച്ച നുണയല്ലേ വിളിച്ച് പറഞ്ഞ്? എനിക്ക് 75 ഉണ്ട് 65 എന്നൊക്കെ നിന്നോട് ആര് പറഞ്ഞു? നിന്റെ ഗ്രൂപ്പിൽ ഞാനുണ്ട്, ഗ്രൂപ്പിൽ തന്നെ അടിച്ചോടിച്ചതാന്ന് നിനക്ക് സത്യാവസ്ഥ അറിയാലോ, പച്ച നുണയാണെന്നില്ല. ഇതെല്ലാം വിളിച്ച് പറഞ്ഞ് പരസ്പരം അവർ മാത്രമല്ലേ ഒരുപാട് വീഡിയോസ്കാരുണ്ട്. പിന്നെ റസാ വ്ലോഗ് ഉസ്താദ്, ഈ ഷഫോ എന്ന് ഊതുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തിരുത്തി തരേണ്ട ഉസ്താദ്. ഉമ്മൂമ്മ ഉപ്പൂപ്പ മറ്റേത് പറഞ്ഞ് എണ്ണി വിളിച്ച് പറഞ്ഞു. എന്നല്ല അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണോ അല്ലേ? അതിന് എൻ്റെ വീഡിയോസ് വെച്ച് ചെയ്തിട്ട് 4-5 ലക്ഷം ആള് കണ്ടില്ലേ റസാ വ്ലോഗ് ഉസ്താദിൻ്റെ വീഡിയോസ് അല്ലേ? കണ്ടില്ല? അതിലെത്ര ഡോളർ കയറി? ആ പൈസ കൊണ്ട് മക്കളല്ലേ ഭക്ഷിപ്പിക്കുന്നത്, കുടുംബത്തിനല്ലേ ഭക്ഷിപ്പിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത് മക്കളെ, നിങ്ങൾ യൂട്യൂബിലെ പൈസ ഹറാമെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, അതെന്താ അവരങ്ങനെ പറഞ്ഞു. നോക്കുമ്പോൾ സത്യാവസ്ഥ ഉണ്ട്. ഹറാമ് തന്നെയാണെന്ന് ഞാൻ പറയണം. നല്ലത് പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്ന പോലെ പൈസ ഹറാമാവൂല. ഇപ്പം ഞാൻ തന്നെ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ടാൽ അത് ഹറാം തന്നെയാ. ഞാൻ ആരെ കൊണ്ടെങ്കിലും കുറ്റം പറഞ്ഞിട്ടിക്കാണ്. എൻ്റെ പൊന്നു സിറാജ് ഉസ്താദെ, ഒന്ന് നിങ്ങളിത് പറയണമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നൂലും ഷഫ നൂതിയതിന് തെറ്റുകുറ്റങ്ങൾ ഏതോ രീതിയിൽ ഉമ്മൂമ്മ ഉപ്പൂപ്പാന്നും പറഞ്ഞിട്ട് 65 വയസ്സും പറഞ്ഞ് വിളിച്ച് പറഞ്ഞല്ലേ ഉസ്താദ് അല്ലേ? ഞാൻ ആരോട് തെറ്റു കാണിക്കില്ല.
ഞാൻ കുറെ മുന്നേ എൻ്റെ പഴയ ചാനലിലെല്ലാം മറ്റുള്ളവരെ ഫോട്ടോ വെച്ച് ഞാൻ വീഡിയോസ് ചെയ്തിക്ക്. സജിതാന്റെ ഫോട്ടോ വെച്ചിക്ക്, മറ്റേ ജാമിന ടീച്ചറെ വെച്ച് അങ്ങനെ പാടാൾ വെച്ചിക്ക്. പക്ഷെ ആ വീഡിയോസിലെല്ലാം അവരെ കുറ്റം പറഞ്ഞിട്ടാണോ മറ്റുള്ളവർ കുറ്റം പറഞ്ഞത് കൊണ്ട് തിരുത്തിക്കൊണ്ടാണോ ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ആരെക്കൂടെ ഒരു കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തും. ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പം എന്നെ കൊണ്ട് പറഞ്ഞത് കൊണ്ട് അവരെ കൊണ്ട് ഞാൻ കുറ്റമല്ല, അവരെ നേരെ ഞാൻ പ്രതികരിച്ചു കൊടുത്തേക്ക്. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരാളെ കുറ്റം പറയില്ല. പക്ഷേ കേൽബജ്, ആരിഫ, ഒരുപാട് ആൾക്കാരുണ്ട്. അവർ മാത്രമൊന്നല്ല, ഒരുപാട് ചാനലുകാരുണ്ട്. എൻ്റെ ഫോട്ടം വെച്ച് ആര് വീഡിയോസ് ചെയ്ത്? നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ വീഡിയോസ് ചെയ്തത്. നല്ലത് പറഞ്ഞിട്ട് എല്ലാവരും വീഡിയോസ് ചെയ്തത്. നിങ്ങളാ ഡോളർ നിങ്ങൾക്ക് ദുനിയാവെന്നും ആഹർത്തുന്നു നിങ്ങൾക്ക് ശിക്ഷ കിട്ടുന്ന ഡോളർ തന്നെയാണത്. പച്ച നുണയല്ലേ വിളിച്ചു പറഞ്ഞത്? എൻ്റെ സുന്ദരമായി മുഖം വെച്ചിട്ട് ഇങ്ങൾക്ക് ഒരുപാട് ഡോളർ ഉണ്ടാക്കി. നിങ്ങളെല്ലാ വീഡിയോസിനാക്കട്ടെ കൂടുതൽ എൻ്റെ ഈ സുന്ദരമായ മുഖം വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി അല്ലേ? ഉണ്ടാക്കിക്കോ. പക്ഷെ പച്ച നുണ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾക്ക് കുഞ്ഞുമക്കളുണ്ട്. ആ കുഞ്ഞുമക്കൾ വളർന്നു വരുന്നതാണ്. ഹലാലായ പൈസ കൊണ്ട് മക്കളെ തീറ്റിച്ചാലോ നിങ്ങളും തിന്നാലേ അത് എന്താവുള്ളൂ. അത് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിതം പോകണമെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ വളർന്നു വരണമെങ്കിൽ ഹലാലായ ചോറ് കൊണ്ട് മക്കളെ ഭക്ഷിപ്പിക്കണം. നുണ വിളിച്ചു പറയല്ല. ഈ ആനിഫാന്റെ ഗ്രൂപ്പിൽ ഞാനുണ്ടോ? അതാ എനിക്ക് സഹിക്കാൻ. അവരെന്നെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞോട്ടെ, ഇല്ലാത്ത നുണ എന്തിനാ പറയുന്നത്? ഇല്ല, ഞാൻ ഡാൻസ് കളിച്ചതിനെ കൊണ്ട് കുറ്റം പറഞ്ഞോട്ടെ, എന്തെന്നെ മഹാത്തെറി എന്നെ പറഞ്ഞോട്ടെ, അത് കളവാവില്ലല്ലോ. അത് അവരെ കളസറാണല്ലോ. പക്ഷെ ഇല്ലാത്ത കള്ളത്തരം എന്തിനാ അവർ പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഹറാമാണ്. നിങ്ങളെ യൂട്യൂബിലെ പൈസ ഹറാമാണ്. റംലാൻ മാസം 30 നോമ്പ് നോറ്റിട്ടും വിശപ്പ് സഹിച്ചിട്ടും കാര്യമില്ല പൊന്നുമക്കളെ കേട്ടോ. ഈ കേൽബജ നീ ഇപ്പം പ്രസവിച്ചിട്ടുണ്ടല്ലോ കുഞ്ഞനാ അല്ലേ? മറ്റുള്ളവർക്കും ഉണ്ടല്ലോ. ഇനി ഇവിടം മുതൽ ഇനി മേലാൽ ഇനി നുണയും പസാദും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത പറഞ്ഞിട്ട് ഇനി പൈസ ഉണ്ടാക്കണ്ട, നമ്മളെ ഡോളർ ഉണ്ടാക്കണ്ട. എനിക്ക് $100 ആകിയിരിക്കുള്ളേ. അതിപ്പോൾ നിനക്ക് ഒരു മാസത്തേക്ക് $100 ആയിക്കുള്ളൂ. അതിപ്പോൾ എന്നെ കുറ്റം പറ്റണ്ട. അതിനും എന്നെ ഓള് നുണ പറയുന്നു. ഡോളർ 100 കയറുള്ളൂ, 100 കയറിയ പാടുക. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ, ഒരു മാസം തേയുന്നതിൻ്റെ മുന്നിൽ $100 കയറിയിട്ടുണ്ടായ ഡോളർ നമ്മളെ അക്കൗണ്ടിൽ വരില്ല. $100 തന്നെ പൂർത്തിയാവണം. അല്ല $100 കയറിയ പാടൻ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് വരില്ല. അതിനൊരു മാസം പൂർത്തിയാവുക തന്നെ ചെയ്യണം. ഇങ്ങനെ ഏതെല്ലാം നുണ വിളിച്ച് പറയുന്ന ആളാണ് എനിക്ക് യൂട്യൂബിലെ മലയാളി. വേറെ ഇത് തുറന്നു നിൽക്കാനോ? എനിക്ക് 100-ൽ 100% ഉറപ്പുണ്ട്. ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റുള്ളവരങ്ങനല്ല. പൈസ ഉണ്ടാക്കിക്കോളി മക്കളെ, പൈസ ഉണ്ടാക്കിക്കോളി. മറ്റുള്ള ഉസ്താദന്മാർക്ക് തള്ളച്ചിമാരെ കൊണ്ട് പറ എന്നും പറഞ്ഞ് പറയിപ്പിക്കുന്നതും ഇന്ന് ദുനിയാവ് നെടുക്കാനുള്ള പൈസ സൂക്ഷിക്കണം. അപ്പം യൂട്യൂബിലെ പൈസ പക്ക ഹറാമാണെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാരണം വന്നു. അനുഭവത്തിൽ കൂടിയാ മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ എല്ലാവരും വീഡിയോസ് ചെയ്തോ. എത്ര ആളുണ്ട് ഫാമിലി വ്ളോഗ് ചെയ്യുന്നു, അതൊന്നും ഹറാമാവൂല. മറ്റുള്ളവരെ കൊണ്ട് പച്ച അടച്ച് തിന്ന് കൊത്തിപ്പറച്ച് തിന്ന് അവരെ വിഷമിപ്പിച്ച് ഈ മലപ്പുറം ആരിഫ ഈ 5 മക്കളെയും വെച്ചിട്ടുള്ള പിന്നെ സാജിനെ കൊണ്ട് എത്ര വീഡിയോസ് ഓള് ചെയ്തിക്ക് അല്ലേ? ഇതെല്ലാം സാജിദാന്റെ മനസ്സും നെഞ്ഞും കരിയുന്നത് ഓള് കണ്ടോ? സാജിദാക്ക് അള്ളാഹു സകല തെറ്റും മോള് വ്യഭിചരിച്ചാൽ വരെ അള്ളാഹു പുറത്തു കൊടുക്കും. 5 മക്കളെ പോറ്റുള്ള നെട്ടോട്ടത്തിലാണ്. മനസ്സിലായോ? അത്ര പോലും അള്ളാഹു അവളെ കൂടെയാണ് കേട്ടോ. ഒരു വ്യഭിചരിച്ച പെണ്ണല്ലേ അള്ളാഹു താല ഉയർത്തിക്കൊടുത്തതോള. ഞാൻ ആരും വ്യഭിചരിച്ചല്ലേ പറയുന്നത്, നിങ്ങളെ ഭാഷയിൽ ഞാൻ പറയാം. നിങ്ങൾ അത്ര പോലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി മറ്റുള്ളവരെ വേദനിപ്പിച്ച് നിങ്ങൾ വാങ്ങുന്ന ഡോളർ നിങ്ങൾ കണക്കാക്കിക്ക മക്കളെ. മുന്നിൽ മക്കളുണ്ട്. നാളെ പിറ്റേന്ന് നല്ല ഹലാലായ മക്കളായി വളരണമെങ്കിൽ നിങ്ങൾ ഹലാലായ പൈസ മക്കളെ ഭക്ഷിപ്പിക്കണം. നിങ്ങൾ ഭക്ഷിക്കണം. ഇത്ര തലയും പരതും തലബോധം ചിന്തയും വേണമെങ്കിൽ നാളെ പിറ്റേ നിങ്ങളെ മക്കൾ ഈ വീഡിയോസ് കാണൂലേ? ഞങ്ങളെ കുറ്റപ്പെടുത്തി ചെയ്ത വീഡിയോസ് നാളെ പിറ്റേ നിങ്ങളെ മക്കൾ കാണൂലേ? നിങ്ങൾ ചെയ്തിട്ടിട്ട് എന്തല്ല ഉപ്പ നിങ്ങൾ വിളിച്ച് പറഞ്ഞെന്ന് ചോദിക്കൂലേ? നിങ്ങൾ ആ മക്കളെ നിങ്ങൾക്ക് ആഫിലാക്കാൻ പറ്റുമോ? ആഫിലായി കഴിഞ്ഞതിന് ശേഷം ആ മക്കൾ ആ വീഡിയോസ് അങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഉപ്പ ഇങ്ങനെയാണോ പറയുക മറ്റുള്ളവരെ കൊണ്ട്, ഉമ്മ ഇങ്ങനെയാണോ മറ്റുള്ളവരെ കൊണ്ട് പറയുക എന്ന് ചോദിക്കൂലേ? മക്കൾ എങ്ങനെ നന്നാവും?
അതുകൊണ്ട് എന്നോട് ആർക്കും ദേഷ്യം പിടിക്കണ്ട. യൂട്യൂബിലെ പൈസ നുണയും പസാദും പറഞ്ഞ് ഫിത്തിനെയും പറഞ്ഞിടുന്ന പോലെ പൈസ തേച്ചും ഹറാമില്ല. ഹറാമില്ല. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? നിങ്ങൾ ഫാമിലി എത്ര ഉണ്ട് ഫാമിലി വ്ളോഗ് തുടങ്ങിക്ക്. ഇങ്ങക്ക് ഫാമിലി വ്ളോഗ് തുടങ്ങിക്കോളാ. ഇങ്ങക്ക് നിങ്ങളെ കുടുംബത്തിനെ വെച്ച് ഫാമിലി വ്ളോഗ് തുടങ്ങിക്കോളാ. അതിന് ആരും ഒന്നും പറയില്ലല്ലോ. ഇതെന്തിനാ നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഇല്ലാത്ത നുണ വിളിച്ചു. ഇപ്പം ഞാനൊരു വീഡിയോസ് ചെയ്തു, നിങ്ങളത് പ്രതികരിച്ചോ? നുണ പറയരുത്. ഇപ്പം എന്നെ കൊണ്ട് ഇപ്പം പറഞ്ഞിട്ട് ഇപ്പം എന്നെ അറിയുന്നോളിക്ക് എന്നെ അറിയാം, അത് വേറെ വിഷയം. കേൾബജ്ജേ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പച്ച നുണയാ വിളിച്ച് പറഞ്ഞത്, പച്ച നുണ ട്ടാ. ഇനി അലാലായ പൈസ എന്ന് വിചാരിക്കണ്ടേ. ഞാൻ ആരെ കൊണ്ടാണോ തെറ്റ് പറഞ്ഞെന്ന് പറയണം. ഞാൻ ഷെഫോന്ന് നൂലുമ്മിൽ ഊതിയല്ലേ റസാബിൾ ഉസ്താദ് എന്നെ മോശത്രാവായിട്ട് വിളിച്ചു പറഞ്ഞത്? തെറ്റ് തിരുത്തിത്തിട്ട് അങ്ങനെയാണോ? സിറാജ് ഉസ്താദെ ഒന്ന് നിങ്ങൾ ആണുങ്ങളെ കൊണ്ട് പറയണേ എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം അതാ ഉസ്താദ് പറയുന്നു. ഇപ്പോൾ ഉസ്താദ് ആണുങ്ങളെ കൊണ്ട് തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞതിന് ശേഷം. പക്ഷേ അത്രമാത്രം എന്നെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം, എന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. യൂട്യൂബിലെ പൈസ നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് കളവ് പറഞ്ഞ് മലപ്പുറം മാരിഫ നീ മനസ്സിലാക്കിക്കോ. അള്ളാഹുവിൻ്റെ മുന്നിൽ നീ ശിക്ഷക്കാരത്തിൽ തന്നെയാണ്. ഇന്ന് നല്ല ഗ്ലാമർ മറ്റേ പൊട്ടിയിട്ട് മേക്കപ്പ് ഇട്ട് ഇപ്പോഴുള്ള ചെറുപ്പക്കാരത്തികൾ കുട്ടികൾ കളിക്കും. നിങ്ങൾ കളിച്ചോ, നിങ്ങൾ ആഗ്രഹമാണ്, നിങ്ങൾ കളിച്ചോ. പക്ഷേ അങ്ങനെയല്ല മറ്റുള്ള മുന്നിൽ കാണിച്ചു കൊണ്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോ ട്ടാ. പച്ച നുണ വിളിച്ച് പറഞ്ഞത് യൂട്യൂബിലെ പൈസ ഇങ്ങനെ കണ്ടോല ഹറാമ് തന്നെയാ മക്കളെ. നിങ്ങൾ പറഞ്ഞതിൽ വളരെ ശരിയാണ്. ഇങ്ങനെ കണ്ട ഇല്ലാത്ത നുണയും പസാദും പല യൂട്യൂബിൽ നിന്ന് പല ആൾക്കാരുടെ വീഡിയോസ് എടുത്ത് നുണയും പസാദും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പൈസ ഹറാമ് തന്നെയാണ്, യാതൊരു സംശയമില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം പശ്ചാപ്പിച്ചിട്ട് മടങ്ങിക്കും. ഉള്ള 10 ഉറുപ്പ്യമായി നമ്മളെ പണ്ഡിതന്മാർ മദ്രസയിൽ പിന്നെ മദ്രസ ഒരു 10 15 ഉറുപ്പ്യ 20 ഉറുപ്പ്യ അവർക്ക് കിട്ടുള്ളൂ. എത്ര ബർക്കത്തൊലിക്കുണ്ട്, എത്ര ഉണ്ട്. അതുപോലെ ഹലാലായ പൈസ 10,000 ഉറുപ്പ്യ വേണ്ടും ഒരു കുടുംബം മുഴുവനും പുലർത്താം കേട്ടാ. അതുകൊണ്ട് ഹലാലായ പൈസ താണ്ടുമ്പോൾ ഹലാലായ ഡോളർ താണ്ടുമ്പോൾ മനസ്സിലാക്കിക്കോ. എന്നോട് വെറുപ്പൊന്നും തോന്നണ്ട. പക്ഷേ നുണ എന്നെ കൊണ്ടില്ല. ഞാൻ എൻ്റെ ഗ്രൂപ്പിലുണ്ടോ ആരിഫ? കേൾബാജ് എന്നെ ആരാണ് പിരിച്ചു വിട്ടത്? പച്ച നുണ പറഞ്ഞിട്ടല്ലേ ഇനി ഡോളർ കയറ്റുന്നത്. ഇപ്പം കേൾബാജിന് ഇപ്പം എൻ്റെ വീഡിയോസ് എൻ്റെ ഫോട്ടോ വെച്ച് എന്നെ കൊണ്ട് കുറ്റം പറഞ്ഞപ്പോൾ എത്ര പൈസ ഓക്ക് കയറിയേ? ഓക്കെത്ര വ്യൂസ് കയറിയ? ഓളെ വീഡിയോസ് ചെന്ന് നോക്ക് നിങ്ങൾ. ഈ കേൾബാജിൽ നിന്നുള്ള വീഡിയോസ് ചെന്ന് നോക്ക്. ഓളെ പീടിയൻ്റെതും മറ്റെല്ലാറ്റും ഒരു വ്യൂസും ഇല്ല. എൻ്റെ മനോഹരമായ ഫോട്ടോ വെച്ചങ്ങ് ഇട്ടുതരും. എന്താ വ്യൂസ്? അതിനവളിട്ടെ നുണ പറഞ്ഞിട്ടാലാ നിങ്ങൾ കാണുള്ളൂ എന്നറിയാം. നുണ പറഞ്ഞിട്ടാലാ കാണുള്ളൂ. നുണ കേൾക്കുകയാണ് എല്ലാവരും ചെല്ലുന്നത്. നല്ലോണം പറഞ്ഞിട്ടാൽ കാണൂല്ല, അത് വേറെ വിഷയം. അതുകൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കുന്നവർ മനസ്സിലാക്കുക. പക്ക ഹറാമാട്ടോ. ഓക്കെ.